ഹലോ ഫ്രണ്ട്സ്, ഇവൻ ഭയങ്കര വശപ്പശകാണ് ഫ്രണ്ട്സ്. ഇവനെ നമ്മളിന്ന് കൊല്ലാൻ പോവുകയാണ്, ഒന്ന് കറി വെക്കാൻ പോവുകയാണ്. ഇവനെല്ലാവരും കൊത്തും ഗൈസ്. അതുകൊണ്ട് നാടൻ കോഴിക്കറിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ കോഴീനെ ഇവിടെ കൊന്നിട്ടുണ്ട്. അതിനുശേഷം നല്ല തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് അതിനെ കോഴീനെ അതിനകത്തേക്ക് മുക്കി നമ്മളതിൻ്റെ പപ്പ് പറിക്കാൻ പോവുകയാണ്. പപ്പോ തൂവലോ അങ്ങനെയൊക്കെയല്ലേ പറിക്കാൻ പോവുകയാണ്. നല്ല തിളച്ച വെള്ളത്തിൽ മുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ പപ്പ് പറഞ്ഞു വരും. ഇപ്പോൾ ഈ കോഴീനെ ആണെങ്കിൽ തൂവൽ അങ്ങോട്ടേക്ക് മുങ്ങുന്നില്ല, നല്ല നിറയെ തൂവലുള്ളതുകൊണ്ട് അതിന് കുറച്ചൊന്ന് മുക്കേണ്ട വന്നു. കോഴി നന്നായിട്ട് നനഞ്ഞ് ചൂടുവെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ പപ്പ് പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് പപ്പ് പറിച്ചെടുക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ അത് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇങ്ങനെ ശരിക്ക് ചൂടുവെള്ളത്തിൽ മുക്കുകയാണ്. ഇനി വലിവും ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അവിടെ ഒരു യാത്രക്കാരനാണ് അത്. എൻ്റെ കൊച്ചമ്മയാണെങ്കിൽ മരുന്ന് കൊടുക്കുന്നത്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കും. മാറിക്കോളും. അപ്പം ഞാനും അപ്പോൾ എവിടെ പോയാലും മാറണം എന്നുള്ള കണ്ടുവരും. തപ്പിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന ആൾക്കറിയാം. അത് എന്നെങ്കിലും പ്രായമുള്ള ചെറുക്കന്മാരൊക്കെ ഉണ്ട് ഈ ചേച്ചിക്ക്. തിരിഞ്ഞു നോക്കണ്ട, തിരിഞ്ഞു പറയുന്നത് ഞാൻ എന്താക്കി 3 തിരി കത്തിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് കെട്ടുപോയെന്ന് പറഞ്ഞാൽ നിന്ന് തിരിഞ്ഞു വെച്ചു. അയ്യോ പറ്റില്ല, ഞാൻ അതും കണക്കൂട്ടില്ല. അവിടെ 40 ദിവസം വന്നു. 40 ദിവസം വന്നു. കുഴപ്പമില്ല. അത് എങ്ങനെ വേണം, വേറെ വീട്ടിൽ പോകാൻ പറ്റില്ല. നമ്മൾ പണിയാൻ പോയി കഴിഞ്ഞാൽ വേറെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ അത്രയും ശ്രദ്ധിക്കുകയാണ്. അതുപോലെ കുളിച്ച് രാവിലെ എണിച്ച് എല്ലാവരും കുളിയും കഴിഞ്ഞിട്ട് മാത്രമേ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് മാത്രമേ വീട്ടിലേക്ക് എത്തിയാവുള്ളൂ. അത് ഞാൻ ഏറ്റു. എല്ലായിട്ട് കഴിഞ്ഞ് എഴുത്തി പറയുന്നത് എൻ്റെ നിങ്ങൾ നോമ്പ് തെറ്റിച്ചതിൻ്റെ പരിഹാരം എനിക്ക് കിട്ടി. ഇവിടെ പാമ്പ് പിടിച്ചു. അതിന് ഇവിടെ എവിടെയാണ് മലയാളം എവിടെയാണ് കല്യാണം. അങ്ങനെ ഒരു സംഭവം നടന്നു. അത് വന്നത് ഇത് കോഴിനെ ഒരു കോഴിപ്പോൽ നേരത്തെ നിർമ്മിക്കും. ധർമ്മത്തിൻ്റെ അതിനെ കർണമാസം അല്ല ഒരു 10 വാങ്ങി വന്ന് ഇതിനെ കൊണ്ടുപോകണം. ഇല്ല, കപ്പയത്തില്ല പറിക്കാൻ. ചേനയുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം വിത്തിനം വെച്ചൊക്കെ നിർത്തിയൊക്കെ ആ കോഴിയെ കറിയിരിക്കുന്നത്. അത് നാടൻ കോഴിയാണല്ലോ. ഇറച്ചൊക്കെ ഇങ്ങനെ വാടി നിൽക്കും. പിന്നെ ആ എല്ലും കൊട്ടെല്ലാം കൂടി കൂടിയിട്ട് നല്ല ആളുങ്ങ് തീ കത്തിച്ചിട്ട് അതിനകത്ത് ഇനി ബാക്കി വന്നിട്ടുള്ള ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കരിച്ച് കളയുന്നുണ്ട്. കുറവിരിക്കുന്നത് പ്രധാനമല്ല. എത്ര കിലോ ഉണ്ടാവും ചാച്ചി? 2 കിലോ.
അടി ഇറച്ചി കിട്ടുമോ? കുറേ നാളായി കോഴി വെട്ടിയിട്ട്. ശരിക്കും തുറത്താ പറയാ. അത് പൊടിയുന്നുണ്ട്. അതാണ് പൊടി. ചുണ്ടിലൊക്കെ അത്യാവശ്യം അല്ലേ? കഴിപ്പാ. ഇപ്പൊ വേണ്ടവർ കഴിച്ചോട്ടോ. കഴിക്കാൻ പറ്റുന്നവരുണ്ട്. അതല്ലേ പറഞ്ഞേ. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴീനെ ഇവിടെ വെട്ടി നുറുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകും. ചില ആളുകൾ കഴുകത്തില്ല, നമ്മളൊന്ന് കഴുകിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് കത്തിച്ച് പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ കടുകിടുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇടും. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. മുളക് പൊടി, മഞ്ഞൾ പൊടി,
മല്ലിപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി. ചട്ടി അടി കണ്ണു കൊടുത്തിട്ട് മല്ലിപ്പൊടി 5 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ചിക്കൻ മസാല 2 സ്പൂൺ. മതി മതി, ഇറച്ചിട്ടു. ഇനി സൈഡിൽ നിന്നായിരുന്നു കാണണമെങ്കിൽ സൈഡിൽ നിന്നായിരുന്നു കാണണമെങ്കിൽ പുതിയ വെള്ളം. നടന്നു ഇതിലേക്ക് നമ്മളൊരു ചെറിയ തേങ്ങ കൂടെ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ കോഴി ഏറെക്കുറെ വെന്ത് കഴിയുമ്പോഴാണ് നമ്മളിത് ചേർക്കുന്നത്. ശരിയായോ? കൂടെ എങ്ങനെയുണ്ട് തമ്പുരു? ചിക്കൻ കറി അടിപൊളിയാണോ? സൂപ്പറാണ്. സൂപ്പറാ.